വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ത്യോക്യസ് നാലാമൻ തൻ്റെ അന്ത്യദിവസങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു: ജെറുസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനകരചിത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാനിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇതാ, അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു. 1 മക്കബായർ 6-12-13 തിരുവചനങ്ങൾ. രാജാവ് 141 വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു. മരണശേഷം തൻ്റെ പുത്രൻ യൂപ്പാത്തോർ അന്ത്യോക്യസ് 5-മനായി ഭരണമേറ്റു. അവൻ വിശുദ്ധ മന്ദിരത്തിനു ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതിയരെ ശക്തിപ്പെടുത്താനും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ യൂദാസ് മക്കബേസും നിശ്ചയിച്ചു. അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി. ആ വലിയ പടനീക്കത്തിൻ്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി. ആ വ്യൂഹം അത്രയ്ക്കും വലുതായിരുന്നു. യൂദാസ് മക്കബേസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി രാജസൈന്യത്തിലെ 600 പേർ കൊല്ലപ്പെട്ടു. രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശം അയച്ചു. അവർ അതിന് സമ്മതിച്ചു. രാജാവും സൈന്യാധിപരും ശപഥപൂർവ്വം ഉറപ്പുകൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി. എന്നാൽ സിയോൻ മലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിന് ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി. അനന്തരം അതിവേഗം അന്ത്യോക്യയിലേക്ക് തിരിച്ചു. നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു. ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു അവൻ നഗരം വീണ്ടെടുത്തു. സെലൂക്കസിൻ്റെ മകൻ ദെമത്രിയോസ് ഒന്നാമൻ റോമായിൽ നിന്ന് കുറേ ആളുകളോടുകൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി. അവിടെ ഭരണം തുടങ്ങി. അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്ത്യോക്യസിനെയും അവൻ്റെ സൈന്യാധിപനായ ലിസിയാസിനെയും പിടികൂടി അവരെ വധിച്ചു. ദെമത്രിയോസ് സിംഹാസനാരൂഢനായി. ഇസ്രായേലിയരോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് ബെക്കിദേസിനെ അയച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.